ഹലോ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ വറുക്കേണ്ട ആവശ്യം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാന് ചൂടാക്കുക. പാന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഏലക്കായ, കറാമ്പ്, പട്ട, പെരുംജീരകം, ചെറിയ ജീരകം, കുരുമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഞാൻ 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള പച്ചമുളകാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ സവോള ഇതുപോലെ ഒരു സവോള ഞാൻ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി നമുക്ക് നെയ്ച്ചോറിനൊപ്പം കഴിക്കാം, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ആപ്പം ഇതിനോടൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് വേഗം ഒന്ന് വഴറ്റി വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവോള വേഗം തന്നെ ബ്രൗണായി കിട്ടും. നമ്മൾ ഒരുപാട് ബ്രൗൺ ഒന്നും ആക്കണ്ട, ഒരു മീഡിയം ബ്രൗൺ ആക്കിയാൽ മതി. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ ചിക്കന് ഒരു 1/4 മുറി തേങ്ങ മതിയാകും. അപ്പോൾ അത് ചിരകി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്തിട്ട് പേസ്റ്റാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പേസ്റ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി 3 എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം അത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില, പുതിന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അത് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തക്കാളി കുഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ തക്കാളി വേവിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്തത് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ തേങ്ങ ഒഴിക്കുന്നത് കൊണ്ട് എരിവ് കൂടില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നമ്മൾ റോ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് കൂടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചിക്കൻ മസാല ഇതുപോലെ ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മസാലയുടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണ വരെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി ചേർത്ത് കൊടുത്തിട്ട് മസാലയിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് മസാലയിൽ തന്നെ വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മുടെ കോഴി കഷ്ണങ്ങളിലേക്ക് മസാല നല്ലപോലെ പിടിച്ചെടുക്കുകയുള്ളൂ. മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഓൾറെഡി ഞാൻ ചിക്കൻ കറിയുടെ റെസിപ്പി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അത് തേങ്ങ അരച്ചൊഴിക്കാത്തൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് തേങ്ങ അരച്ചൊഴിച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടില്ല, ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു മീഡിയം കുക്കായിട്ടുണ്ട്. ഒരു 70% ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ട് അരച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ അരച്ചതിന് അതേപോലെ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനും നല്ലപോലെ വെന്ത് കിട്ടും, കറിയും നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതാ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ ചൂടോടെ സെർവ് ചെയ്ത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.